അതെ നെല്ലിയമ്മന്റെ പുതിയതായിട്ട് ചോക്ലേറ്റ് ആടെ തുടങ്ങി. ആ ചോക്ലേറ്റ് ആടെ നേരത്തെ അടിക്കും കേട്ടോ, പെട്ടെന്ന് എല്ലണം. ഇത്തിരി കൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നല്ലേ? ആ ശരി, ഇച്ചിരിയും കൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. ഇപ്പൊ അത്യാവശ്യം ചെറുതായിട്ട് ഇരട്ടി. ശിവാനി നീ പൈസ എടുത്ത ചോക്ലേറ്റ് വാങ്ങിക്കാൻ? ഞാൻ എടുത്തിട്ടുണ്ട് 500 രൂപ. നിങ്ങൾക്ക് എത്ര എടുത്തേ? നിങ്ങൾക്ക് 3 പേർക്ക് 500 തന്നമ്മ. കുറെ ചോക്ലേറ്റ് ഉണ്ട്, വെറൈറ്റി ചോക്ലേറ്റ്. ചേട്ടാ പെട്ടെന്ന് നടക്ക്. അല്ല ചേട്ടാ, നമ്മളെന്തിനാ ഈ വഴി കൂടെ പോന്നേ? ഓ മറ്റേ റോഡ് വഴിയാണെങ്കിൽ ഭയങ്കര ദൂരം, ഇത് ഷോർട്ട് കട്ടാ. അതൊന്ന് ചേട്ടാ അവിടെ ഒരു വീട്. ആ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനത്തെ പഴയ പൊളിഞ്ഞ വീടൊക്കെ കാണാം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ അങ്ങോട്ട് നോക്കിക്കേ. എന്താടി അവിടെ? ചേട്ടാ എന്തോ ഒരു സാധനം കിടന്ന് വട്ടം കിടന്ന് കറങ്ങുന്നു. തുമ്പി നീ ഒന്ന് ശ്രദ്ധിക്കണം, നേരെ നടന്നാ മതി. എന്തായാലും ചേട്ടാ അതെങ്ങനെ അങ്ങനെ തന്നെ കറങ്ങുന്നേ? എടുത്തുമ്പോ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ പൊളിഞ്ഞ വീട് കാണും. ചിലപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ എന്തൊരു സാധനം പറന്ന് കിടക്കും. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. എടി ഇനി അതിനെ നോക്കി മതി, ബാ പോവാം. ചേട്ടാ എന്തോ സാധനം? ഓ അതോ ഇതിനൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നടക്ക് നിങ്ങൾ. ചേട്ടാ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്. എടുത്തുമ്പോ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പൊട്ടി പൊളിഞ്ഞ വീട്, ചിലപ്പോൾ ഓരോ രൂപയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു. അതിന് നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഈ കാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കാട് ഒരു പ്രേത കാടാ. നമ്മൾ മുമ്പ് ഒരു വീട് കണ്ടില്ലേ, ആ പൊട്ടി പൊളിഞ്ഞ വീട്? ആ വീട് ഒരു പ്രേത വീടാ. അതിൻ്റെ അകത്ത് പ്രേതം ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലേ നീ? അങ്ങനെ ഇതും ഒരു പ്രേത വീടാ. അല്ല ചേട്ടാ, എന്നിട്ട് പ്രേതങ്ങൾ എന്താ നമ്മളൊന്നും ചെയ്യാത്തേ? ഇതിനകത്ത് പാവങ്ങളായിട്ടുള്ള പ്രേതങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചില ദുഷ്ടന്മാരായിട്ടുള്ള പ്രേതങ്ങളും ഉണ്ട്. ആ ദുഷ്ടന്മാരായ പ്രേതത്തിന്റെ കണ്ണിലോട്ട് നോക്കിയാൽ നമ്മളെ പിടിച്ചിന്നാൻ വരും. അത് എടുത്തുമ്പോ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. നീ ഒരു പ്രേതത്തിന്റെ കണ്ണിലോട്ട് നോക്കണ്ടത്, അത്രേ ഉള്ളൂ. ആ ഇത് പാവം പിടിച്ച പ്രേതമാടി. ഇങ്ങനെ വെള്ള കളറിലെ പ്രേതമൊക്കെ പാവം പിടിച്ചതാ. വെള്ള കളറിലല്ലാതെ വേറെ ഏതെങ്കിലും കളർ പ്രേതത്തിന്റെ കണ്ണിലെ പോലും നോക്കല്ലേ. ഇത് പാവം പിടിച്ച പ്രേതമാ. ഇത് നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മുടെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യമൊക്കെ, അതുകൊണ്ട് എനിക്കറിയാം. പോവാം. എനിക്ക് മനസ്സിലാക്കി ശിവാനി കൺമണി മോൾ ഒരു അനക്കം പോലെ ഇല്ലല്ലോ. ഇവർക്കൊരു പേടിയില്ലേ? എന്റെ ശിവാനി ചേച്ചി, ഇവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ പേടിച്ച് മിണ്ടായിരിക്കുവാണെന്ന്. ശരിയാ, പേടിച്ചിട്ട് മിണ്ടായിരിക്കുന്നേ നമ്മള്. ആ നമുക്കിനിയും പോവാം. ആ പിന്നെ തുമ്പി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ ചേട്ടാ പറ. ചില ദുഷ്ടന്മാരായിട്ടുള്ള പ്രേതം നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് അവർ നമ്മളോട് ഓരോ ചോദ്യം ചോദിക്കും. തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദ്യം പറഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും. അയ്യോ, എന്റെ കണ്ണുകൊണ്ട് ഇനി ആരും നോക്കത്തില്ല, ഞാൻ സംസാരിക്കത്തില്ലേ ഇനി. ആ എന്നാ ബാ പോവാ. കൺമണി മോളെ ശിവാനി, തുമ്പി, ഞാൻ ഒരു കാര്യം പറയാ. ഈ പ്രേതം നിങ്ങളോട് എന്ത് കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യല്ല കേട്ടോ. ഇല്ല, ഞങ്ങളൊന്നും മിണ്ടത്തില്ല. കുട്ടികളെ, നിങ്ങൾ ഈ രാത്രി എങ്ങോട്ട് പോകുക? ആരും മിണ്ടല്ലേ. എന്നോട് വല്ല സംസാരിക്കൂ കുട്ടികളെ. നമുക്ക് ആ പ്രേതത്തിനെ മൈൻഡ് ചെയ്ത് നടക്കാം. ബുദ്ധിയുള്ള കുട്ടികളാന്ന് തോന്നുന്നു. ഞാൻ എന്തോ ചോദിച്ചാലും അവർ മിണ്ടില്ല. ഞാൻ അവരിപ്പം മിണ്ടുമായിരുന്നെങ്കിൽ അവരെ ഞാൻ കൊന്നാനെ. അതെ, ഞാൻ ഇന്റർനെറ്റിൽ കണ്ടായിരുന്നു ഈ കടയുടെ ഫോട്ടോ ഒക്കെ, അതുകൊണ്ട് എനിക്ക് വാവെന്ന് പറയണേ. ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കടയിൽ ആരുമില്ലേ? കുട്ടികളെ, നിങ്ങൾക്ക് എന്തൊക്കെ മിഠായി വേണ്ടേ? ഇവിടെ എന്തൊക്കെ ടൈപ്പ് മുട്ടായി ഉണ്ട് ആന്റി? ഇവിടെ എല്ലാ ടൈപ്പ് മുട്ടായി ഉണ്ട്. ഡയറി മിൽക്ക്, ലോലിപോപ്പ്, അതായത് കമ്പ് മുട്ടായി, പിന്നെ കുറെ കാൻഡീസ്, ചോക്ലേറ്റ്സ് കുറെ ഉണ്ട്. കുട്ടികളെ, ഇത്തിരി റേറ്റ് കൂടുതലാന്നുള്ളേ. അതൊന്നും കുഴപ്പമില്ല ആന്റി. നിങ്ങൾ എവിടുന്നാ വരുന്നത് കുട്ടികളെ? നിങ്ങൾ കുറച്ച് ദൂരമുള്ള ഒരു സിറ്റിയിൽ നിന്ന് വരുന്നേ. നിങ്ങൾക്ക് ഏത് കാൻഡി വേണ്ടേ? അത് ഞങ്ങൾ കണ്ടു പറഞ്ഞോളാം. ശരി കുട്ടികളെ. A few moments later. ഇത്ര മതിയോ കുട്ടികളെ ചോക്ലേറ്റ്സ്? ഇത്ര മതി ആന്റി. എല്ലാം കൂടെ എത്രയായി? എല്ലാം കൂടെ 2000 രൂപയായി. 2000 രൂപയായി. ഞങ്ങള് കറക്റ്റ് 2000 രൂപ കൊണ്ടുവന്നേ. കുട്ടികളെ കവർ വേണോ? കവർ വേണ്ട ആന്റി. ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതാകുമ്പോ താഴെ പോകത്തില്ല. ഇതിങ്ങനെ റിബൺ ഇട്ട് കെട്ടി വെച്ചേക്കാം, അല്ലാണ്ട് വേണ്ട കവർ. ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ട് പോയേക്കാം. എന്നാ പൈസ ഉണ്ടെങ്കിൽ ആ കൗണ്ടറിൽ അടച്ചേക്കണേ. ശരി ആന്റി. അതെ, നമ്മുടെ എല്ലാവരും ചോക്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ നോക്കണം കേട്ടോ. ഞങ്ങൾ നോക്കിക്കോളാം. എന്താ പറയാനാ, പണ്ടാരം പിടിച്ച മഴ. പക്ഷെ ആ കാട്ടിക്കൂടെ പോയാൽ പെട്ടെന്ന് എത്തിയാനെ. എനിക്ക് പേടിയാ കാട്ടിക്കൂടെ പോവാൻ. ഈ തുമ്പി കാരണം മര്യാദയ്ക്ക് ആ കാട്ടിക്കൂടെ പോയി പെട്ടെന്ന് എത്തായിരുന്നു വീട്ടില്. ഈ മഴ എന്തെങ്കിലും തോരുവാവോ? ഒറ്റ ഒരു കുട പോലെ എടുത്തില്ല. അതങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മഴക്കാർ വല്ലതും ഉണ്ടോ? അതെങ്ങനെയാ മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യുന്നേ? ഒറ്റ ഒരു കുട പോലും ഇല്ല കയ്യിൽ. ഇനി എന്ത് ചെയ്യാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കണം. അല്ലാതെ പിന്നെ വല്ല ഓട്ടോ വല്ലതും വരുമായിരുന്നു, കയറി പോയിരുന്നു. അല്ല, അങ്ങനെ കയറാൻ ഒറ്റ പൈസ ഇല്ലല്ലോ. മൊത്തം ചോക്ലേറ്റ് വാങ്ങിച്ചു തീർന്നു. ഒരു ചോക്ലേറ്റ് സെറ്റിന് തന്നെ 500 രൂപ. അങ്ങനെ 4 സെറ്റിന് 2000 രൂപയായി. എന്നാ ഒരു കാര്യം, ഈ ചോക്ലേറ്റ് എടുത്ത് ആ ഓട്ടോക്കാരനെ കൊടുത്തിട്ട് 500 രൂപയൊക്കെ എടുക്കായിരുന്നു. ആരെയും തരത്തില്ല, ഇവിടെ തന്നെ വെക്കാം. അല്ലേ പിന്നെന്താ? ചേട്ടനും പിന്നെ അതെന്റെ ചോക്ലേറ്റാ. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരും ചോക്ലേറ്റ് ആർക്കും തരാൻ
അല്ലാതെ ഇപ്പൊ എങ്ങനെ പോവാനാ? ഇത് 500 ചോക്ലേറ്റ് ഇല്ല, ആ ഓട്ടോക്കാരന് കൊടുത്തിട്ട് പൈസ ആക്കി തരുമായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്തോ? വേറെ എന്തെങ്കിലും ഇവിടെ തന്നെ നിൽക്കല്ല, എന്ത് ചെയ്യും? ദേ ഒരു ബസ് പോന്ന്. നമുക്കൊന്ന് ബസ്സിൽ കയറിയാലോ? ആ ബസ്സിൽ കയറാൻ ഒരു 5ന്റെ വയസ്സില്ല, എല്ലാം ചോക്ലേറ്റ് വാങ്ങി ചേർത്തില്ലേ. ദേ ആ ബസ് പോയി, ആൾക്കാരെല്ലാം തുള്ളി കളിച്ച് പോകുന്നുണ്ട്. എന്താ കുട്ടികളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? തുമ്പി, കൺമണിമോളെ, ശിവാനി, മൈൻഡ് ഉണ്ട്, അയാൾ ഏതാണ്ട് കള്ളുടിയനാ. എന്താ കുട്ടികളെ എന്നോട് വീണ്ടോത്ത് എടുത്ത് പോ കുട്ടികളെ പോ. താൻ പോടോ കള്ളുകുടിയെ, പോടോ. അയാളെ കള്ളുകുടിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ സൗണ്ട് കേട്ട് അയാളെ പേടിച്ചോടി. ഈ അതാരാ പോന്നേ? ആ ചേട്ടനെ കണ്ടെങ്കിൽ നല്ല പരിചയമുണ്ടല്ലോ. ശരി, ഞാൻ അത് തന്നെ വിചാരിക്കുന്നേ. ഓ എന്താ പറയുന്നത്, എന്റെ ബൈക്ക് ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തേക്കുവാ. ബൈക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നന്നാക്കി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇങ്ങനെ എല്ലാ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകണം. അവിടെ കുട്ടികളൊക്കെ നിൽപ്പുണ്ടല്ലോ മഴയത്ത് ഒറ്റയ്ക്ക്. ദേ ആ ചേട്ടൻ നമ്മളെ നോക്കുന്നു. പറഞ്ഞ പോലെ സുമേഷ് മാമന്റെ വീട് ഈ നീലഗിരിയിലാണല്ലോ. ഇനി അത് സുമേഷ് മാമനാണോ? സുമേഷ് മാമ, അത് കണ്ണേന് കൺമുണകളും തുമ്പിയല്ലേ അത്? ഇവരെന്തേ രാത്രി ഇവിടെ? അതുമാത്രല്ല നല്ല മഴയത്ത്. മക്കളെ നിങ്ങൾ രാത്രി ഇവിടെ എന്ത് ചെയ്യുവാ? സുമേഷ് മാമ, ഞങ്ങൾ ഈ മഴയത്ത് പെട്ടുപോയി. അല്ല മക്കളെ, നിങ്ങൾ അങ്ങനെ എവിടെത്തി? ഞങ്ങളാണ് നീലഗിരിയിലാണെങ്കിൽ പുതിയതായിട്ട് ഒരു ചോക്ലേറ്റ് കട ഓർന്ന്. ആ ചോക്ലേറ്റ് കടയിൽ ഞങ്ങൾ മുട്ടായി ഒക്കെ വാങ്ങിക്കാൻ ചെന്നതായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങിയ സമയത്ത് ഈ ഭയങ്കര മഴ പെയ്തു. ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. അല്ല മക്കളെ, ചേച്ചിയൊക്കെ എന്ത് ചെയ്യും? ആ അമ്മയൊക്കെ വീട്ടിലാ, ഞങ്ങൾ ഒറ്റയ്ക്കാ. എന്നാ മക്കളെ നിങ്ങൾ മാമനോട് വീട്ടിൽ വാ. നിങ്ങൾ രാവിലെ പോയാൽ മതി, വീട്ടിൽ മാമൻ കൊണ്ടുവിടാ രാവിലെ. ആ വളരെ നന്ദിയുണ്ട് മാമ. അല്ല നിങ്ങളെല്ലാരും ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി. ഈ കൊടക്കത്ത് 3 പേര് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യേ. അല്ല ഇതേതാ വേറൊരു കുട്ടി? മാമ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പുതിയതായിട്ട് ഒരു വീട്ടിൽ വാടകയ്ക്ക് വന്നൊരു കുട്ടിയത്. പേര് ശിവാനി. ഇവള് ഞങ്ങളോട് വന്നായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം. ആദ്യം കണ്ണിനും കൺമണിമോൾ എന്റെ കൊടക്കത്ത് കയറിയിട്ട് മാമന്റെ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ട് മാമ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തുമ്പീനെയും പിന്നെ ആ ശിവാനിയെയും പിന്നെ കൊണ്ടുപോവാ. അങ്ങനെ എന്താ ഓക്കെ അല്ലേ? ആ ഓക്കെ. എന്നാ ഇപ്പൊ കണ്ണനും കൺമണിമോളെ ആ മാമന്റെ കൂടെ കയറി. മക്കളെ നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചു തന്നാണ് കേട്ടോ. മാമനാണ് കൺമണിമോളെയും കണ്ണനെ മാമന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് തരാവേ. ആ ശരി മാമ. വാ മക്കളെ, നമുക്ക് പോവാം. ഓ ഭാഗ്യത്തിന് മാമൻ വന്ന്. ഈ തൊട്ടി ശിവാനി വിഷമിച്ചേക്കുന്നേ. അമ്മ എന്നോട് പറഞ്ഞത് ചോക്ലേറ്റ് വാങ്ങിയാൻ പോകണ്ടെന്ന്. ഞാൻ എന്തായാലും നാളെ അല്ലേ എന്റെ വീട്ടിൽ ചെല്ലുന്നേ. അമ്മ എന്നെ അന്വേഷിച്ച് കുറെ വിഷമിക്കും. മോള് വിഷമിക്കണ്ട ശിവാനി. മാമനാണെങ്കിൽ ഞങ്ങളുടെ അമ്മയെ വിളിച്ചു പറയും. അങ്ങനെ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ മോളുടെ അമ്മയെ വിളിച്ചോളേ. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ശരി തുമ്പി ചേച്ചി. വാ മക്കളെ, കൊടേ കയറ്. ശരി മാമ. എന്നാ നടക്കും മക്കളെ. A few moments later. എന്റെ മക്കളെ, നിങ്ങൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് വന്നത് കൊള്ളാം. മാമി, ഞങ്ങളാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ മാമനെ കണ്ട്. അയ്യോ, മാമ വന്നില്ല, ഞങ്ങൾ പെട്ടുപോയനെ അവിടെ. എന്തായാലും സുമേഷ് ഏട്ടൻ വന്ന കറക്റ്റ് സമയത്താ. അല്ല മമ്മി, കാവ്യം പാറുന്തി അവർ രണ്ടുപേരാണ് നേരത്തെ കിടന്നുറങ്ങി. നിങ്ങൾ എന്തായാലും നാളെ പോകുന്നതിന് കാണാലോ. അല്ല തുമ്പി എന്തി? തുമ്പീനെ ശിവാനി മാമ വിളിക്കാൻ പോയിട്ടുണ്ട്. അല്ലേ ശിവാനി ആരാ മക്കളെ? ഓ, ശിവാനി ആരെന്ന മാമിയോട് പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് പുതിയതായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്ന അവരുടെ പേരാ ശിവാനി. എന്ന് വെച്ചാൽ അവരുടെ മോളുടെ പേര് ശിവാനി. ഞങ്ങളുടെ എല്ലാവരുടെ ഫ്രണ്ടാ. ആഹാ, നിങ്ങൾക്ക് ഫ്രണ്ടിനെ കിട്ടിയല്ലേ? മക്കള്, നിങ്ങൾക്ക് ഇടാൻ ഡ്രസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടാൻ ഡ്രസ്സ്. മാമനാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മാമന്റെ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്തതാ. വീട്ടിൽ ഇടുന്നത് പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴിടാറുള്ളത്. അല്ല, പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ശിവാനിക്ക് എങ്ങനെ ഇടും? കൺമണി മോളുടെ സൈസ് തന്നെയല്ലേ ശിവാനിക്ക്? എന്നാ കൺമണി മോളുടെ തന്നെ കൊടുക്കാം. കൺമണി മോൾക്കും കുറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മാമന്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. മക്കള്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ആന്റി? അയ്യോ, പറഞ്ഞ പോലെ ആന്റി, ഞങ്ങളാണെങ്കിൽ നെല്ലിയാമ്പതിലോട്ട് വന്നതിനാണ് ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വന്നതാ. പുതിയായിട്ടൊരു ചോക്ലേറ്റ് ഷോപ്പ് തുറന്നിട്ടുണ്ട്. ആ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വന്നതാ. പക്ഷെ ഒരു പണിയിട്ട് ഞങ്ങളാണെങ്കിൽ ചോക്ലേറ്റ് അവിടെ മറന്നു വെച്ച്. അത് ചിലപ്പോ ശിവാനി തുമ്പി എടുത്തോണ്ട് വരുമായിരിക്കും. എടുത്തോണ്ട് വരുമായിരിക്കും. മക്കളെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട് വിശക്കുന്നുണ്ട് മാമി. മക്കളെ, മാമിയാണെങ്കിൽ പൂരിയും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്തു തരാം. ശരി മാമി.